വെൽക്കം ടു എ വീക്ക്ഡേ വ്ലോഗ്. ഞാനിതിലൊരു റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്നൊരു തേഴ്സ്ഡേ ആണ്. ആസ് യൂഷ്വൽ നമ്മൾ അതിരാവിലെ എണീറ്റ് ലഞ്ചൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സിൽ ക്യാരറ്റ് റൈസാണ് മോന് കൊടുത്തിടുന്നത്. വലിയ കുട്ടികളാകുമ്പോൾ വലിയ റെഡിയാക്കൽ പണി ഒന്നുമില്ല. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചാൽ അവൻ തന്നെ റെഡി ആയിക്കോളും. എല്ലാം എടുത്ത് വെച്ചിട്ട് റെഡി ഫോർ സ്കൂൾ. ഇപ്പോൾ മോൻ സ്കൂളിൽ ഇറങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഗ്രീൻ ടീ എടുത്തിട്ട് കുറച്ചിങ്ങനെ പേപ്പറൊക്കെ നോക്കി ഡെയിലി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ബ്രൗസ് ചെയ്യാം. പിന്നെ ഒരു അപ്ഡേറ്റ് ഞാൻ അന്ന് കാണിച്ചില്ലേ, മോർണിംഗ് ഗ്ലോറി ഇട്ടത്, അത് ചെറുതായിട്ട് ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട്. സോ ഹാപ്പി ടു സീ ദിസ്. ഇതിനെ സംരക്ഷിക്കണം. അപ്പോൾ എനിക്ക് മാത്രമായിട്ട് ഞാൻ റാഗി അട ഉണ്ടാക്കാൻ വിചാരിച്ചു. മോന് കോൺഫ്ലെക്സാണ് കഴിച്ചത്, എനിക്കത് ഇഷ്ടമില്ല. അപ്പോൾ ഇതിൽ ഒരു സവാളയും കുറേ വേപ്പിലയും പിന്നെ ഒരേ ഒരു പച്ചമുളകും ഇട്ട് നമ്മുടെ ചോപ്പറിലിട്ട് നല്ലോണം ചോപ്പ് ചെയ്തെടുക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി, ഞാനിവിടെ റോസ്റ്റഡ് റാഗി മാവ് എടുത്തിരിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ എടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് ഇച്ചിരി ഓയിലും ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ നല്ലൊരു ബോളാക്കി എടുക്കുക. ഇത് ഒരെണ്ണം മതി എനിക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം മാത്രം ഉണ്ടാക്കുവാണ്. ഇപ്പോൾ ഒരു പാൻ വെച്ച് അതിൽ ഞാനിവിടെ ഗീയാണ് അപ്ലൈ ചെയ്യുന്നത്. കുറച്ച് അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഗീ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ബോൾ അങ്ങനെ വെച്ച് കൈ തന്നെ ഇങ്ങനെ വെച്ച് തട്ടി കൊടുക്കുക ഒരു ഷേപ്പിൽ. വളരെ തിന്നും വേണ്ട, ഭയങ്കര തിക്കും ആവാൻ പാടില്ല. അപ്പോൾ പാകത്തിന് ഇങ്ങനെ തട്ടി ദോശ റൗണ്ട് ഷേപ്പിലാക്കി. പിന്നെ ഇതിൻ്റെ മേലും കുറച്ച് നെയ്യ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് ഭയങ്കര ഡ്രൈ ആയി പോകും. എന്നിട്ട് മൂടി വെച്ച് അത് വേവിക്കാം. ഒരു 3-4 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മളത് തിരിച്ചിടണം, അല്ലെങ്കിൽ ഒരുപാട് ഒരു സൈഡിൽ കരിഞ്ഞു പോകും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്നും കൂടി ഗീയോ ഓയിലോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ സൈഡ് ഫ്ലിപ്പ് ചെയ്ത് നമുക്ക് വീണ്ടും മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ്സ് വേവിച്ചെടുത്താലേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. സിമ്പിളാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. പിന്നെ നമ്മുടെ യൂഷ്വൽ ലോണ്ടറി പരിപാടിയൊക്കെ രാവിലെ തന്നെ ഈ പരിപാടി ചെയ്താൽ പിന്നെ അത് തുണി അങ്ങനെ ഉണങ്ങിക്കോളും. അങ്ങനെ തുണിയൊക്കെ വാഷ് ചെയ്ത് വിരിച്ചിട്ടിട്ട്, അപ്പം ഞാനിവിടെ മോൻ്റെ നെക്സ്റ്റ് വീക്ക് ബർത്ത്ഡേ വരുവാണ്. അപ്പോൾ ലാസ്റ്റ് 2 ഇയേഴ്സായിട്ട് കൊറോണ ആയതുകൊണ്ട് അങ്ങനെ വലിയ കേക്കും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഫിഫയും കൂടി ഉള്ളതുകൊണ്ട് ഹീസ് എ ഫുട്ബോൾ ഫാൻ. അപ്പം ഞാൻ സ്പെഷ്യൽ കേക്ക് തയ്യാറാക്കിയല്ലോ എന്ന് വെച്ചിട്ട് അതിൻ്റെ ഒരു ഡിസൈൻ കണ്ടുപിടിച്ച് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഫിഫ തീമിലുള്ള ഒരു കേക്ക് ഓർഡർ ചെയ്യാനാണ് മനസ്സിൽ വിചാരിച്ചത്. അപ്പോൾ അതുപോലത്തെ ഒരു ഡിസൈനാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു അടിപൊളി ഡിസൈനൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഓർഡറും കൊടുത്തു. ഈ പ്രാവശ്യം ബർത്ത്ഡേ ആണ് ഇഷ്ടമുള്ള ഒരു കേക്കായിരിക്കും.
ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞ് അവസാനം നമ്മുടെ സ്വന്തം പണിയൊക്കെ പാത്രം കഴുകൽ പണിയിലോട്ടേക്ക് വരാം. വൺസ് ഇത് കഴുകി കഴിഞ്ഞാൽ വലിയൊരു പണി തീരുന്ന പോലെ ആയിരിക്കും. നമ്മൾ സിങ്കും ഇതും ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ആശ്വാസം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചിട്ട് ഇന്ന് പുറത്ത് പോകാനുള്ള ഒരു പണിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി റെഡിയായിട്ട് മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ടീഷർട്ട് നോക്കാനായിട്ട് പോയതാണ്. അപ്പോൾ ടീഷർട്ടൊക്കെ നോക്കി ഒരെണ്ണം എടുത്തു. പിന്നെ വരുന്ന വഴിക്ക് കുറച്ച് ഫിഷും ഈ വീക്കെൻഡിലേക്കുള്ള ഒരു ഫിഷ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നു തിരിച്ച്. ഇനി ഈവനിങ് രാത്രി ഡിന്നറിലേക്കുള്ള പരിപാടി ചപ്പാത്തിയും ഒരു ചെറിയ ഈസി ആയിട്ടുള്ളൊരു മുട്ടക്കറി ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ മുട്ടക്കറിയുടെ റെസിപ്പി ഞാനിവിടെ ഷെയർ ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ആദ്യം പെരുംജീരകം ഒരു 1/2 സ്പൂൺ, പിന്നെ വെറുതെ നല്ല ജീരകം ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 4 കുരുമുളക് ക്രഷ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 4 ചുവന്നുള്ളിയും 4 വെളുത്തുള്ളിയും നല്ലപോലെ ക്രഷ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ചുകൂടി ചെറുതായിട്ട് ക്രഷ് ചെയ്ത എണ്ണായിരിക്കും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തു, ക്രഷ് ചെയ്തു. അപ്പോൾ അതും ഇട്ട് നല്ലപോലെ സോട്ട് ചെയ്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരേ ഒരു പച്ചമുളക് നല്ലോണം കീറി ഇട്ടിട്ടുണ്ട്. ഇത് ഞാനൊരു 3 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുള്ള അളവാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഒരു വലിയ സവാള ഇതുപോലെ ചോപ്പറിലിട്ട് നല്ലോണം പൊടിയായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കണം. സവാള നല്ലോണം വഴലാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നല്ല ബ്രൗൺ നിറമാകുമ്പോൾ ഞാനിവിടെ ഒരു 1/2 സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഇപ്പം തന്നെ ആഡ് ചെയ്താൽ നല്ലൊരു കളറ് എണ്ണയിലോട്ടൊക്കെ നല്ല ഇറങ്ങി നല്ലൊരു കളറ് കിട്ടും. പിന്നെ ഒരു 1/2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലോണം ഇതിൻ്റെ റോ സ്മെല്ല് പോകുന്ന വരെ നല്ലോണം വഴറ്റി കൊടുക്കുക. പിന്നെ ആഡ് ചെയ്യുന്നത് ഒരു വലിയ തക്കാളി മുഴുവനും മാഷ് ആക്കാണ്ട് ഇതുപോലെ കുറപ്പായിട്ട് ഇങ്ങനെ ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മാഷ് ചെയ്യാണ്ട് ഇതുപോലെ ചെയ്താലേ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. അപ്പോൾ തക്കാളി നല്ലോണം വഴറ്റുക. അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ വഴറ്റിയിട്ട് കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിക്കാം. ഇതുപോലെ ചുറ്റിലും കണ്ട എണ്ണ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നല്ലോണം വഴറ്റി കൊടുക്കുക തക്കാളി. പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി. കാരണം നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്, കുരുമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത്ര എരിവ് മതിയാവും. അതുകൊണ്ട് 1/4 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം മൂടി വെച്ച് വഴറ്റി അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന വരെ നമുക്ക് വഴറ്റാം. ഇപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടി ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം.
എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതുപോലെ 2 മിനിറ്റ് തിളച്ച ശേഷം ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ തേങ്ങയും പിന്നെ പെരിഞ്ജീരകവും ആഡ് ചെയ്ത് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഒരു സ്പൂണായിട്ട് മാത്രം അരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് കൂടുതൽ അരച്ച് വെച്ചാൽ നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ ഒരു 2 ദിവസത്തിനുള്ളിൽ നമുക്ക് കുറുമയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറിയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ആഡ് ചെയ്ത് പിന്നെയും കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നല്ലോണം തിളപ്പിക്കുക. കറി നല്ല തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മുട്ട ഉടച്ച് ഇടുക. അതങ്ങനെ മുഴുവനും യെല്ലോ ഒക്കെ പൊട്ടാണ്ട് അങ്ങനെ ഭംഗിയായിട്ട് അങ്ങനെ വീഴുന്ന പോലെ നമുക്ക് ഉടച്ചിടാം. ഞാനിത് ഇങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. ഞാനിത് മിക്സ് ആക്കണില്ല, ഉടയ്ക്കണില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ വെച്ച് മൂടി ഒരു 4 മിനിറ്റോളം വേവിക്കാം. അപ്പോൾ ഇതുപോലെ മുട്ട നല്ല വെന്ന ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് നമുക്ക് കറി ഫിനിഷ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിക്കും ചോറിനുള്ള മുട്ടക്കറി റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറെ വീഡിയോയിൽ കാണാം. ബൈ.